ഡെയിലി കറണ്ട് അഫെയർസിൻ്റെ 10ാം ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫെയർസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ: ക്രൈസ്തവ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസ, സാമ്പത്തിക പിന്നോക്ക അവസ്ഥ, ക്ഷേമം എന്നിവ സംബന്ധിച്ച് പ്രശ്നങ്ങൾ പഠിച്ച് റിപ്പോർട്ട് നൽകാൻ കേരള സർക്കാർ നിയമിച്ച കമ്മിറ്റിയുടെ ചെയർമാൻ ഏതാണ്? ആരാണ് ചെയർമാൻ? ജസ്റ്റിസ് ജെ.ബി. കോശി. ജസ്റ്റിസ് ജെ.ബി. കോശിയാണ് ക്രൈസ്തവ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസ, സാമ്പത്തിക പിന്നോക്ക അവസ്ഥ, ക്ഷേമം എന്നിവ സംബന്ധിച്ച് പ്രശ്നങ്ങൾ പഠിച്ച് റിപ്പോർട്ട് നൽകാൻ കേരള സർക്കാർ നിയമിച്ച കമ്മിറ്റിയുടെ ചെയർമാൻ. അദ്ദേഹത്തിന്റെ പേരെന്താണ്? ജസ്റ്റിസ് ജെ.ബി. കോശി. അടുത്ത ക്വസ്റ്റ്യൻ: രാത്രിയിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകളുടെ സുരക്ഷയ്ക്കായി പോലീസ് നടപ്പാക്കുന്ന പദ്ധതി നിർഭയ നിശ. നിർഭയ നിശയാണ് എന്ത്? രാത്രിയിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകളുടെ സുരക്ഷയ്ക്കായി പോലീസ് നടപ്പാക്കുന്ന പദ്ധതി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ: സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തം 50% ഉയർത്താൻ സർക്കാർ കുടുംബശ്രീയിലൂടെ നടപ്പാക്കുന്ന ക്യാമ്പയിൻ ഏതാണ്? ഉയരെ. ഉയരെയാണ് സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തം 50% ഉയർത്താൻ സർക്കാർ കുടുംബശ്രീയിലൂടെ നടപ്പാക്കുന്ന ക്യാമ്പയിൻ. ക്യാമ്പയിന്റെ പേര് ഉയരെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ: ഇന്റർനാഷണൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ നിലവിൽ വരുന്നത് എവിടെയാണ്? കണ്ണൂരാണ് ഇന്റർനാഷണൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ നിലവിൽ വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ: ഇന്ത്യയിൽ വിതരണം ചെയ്യുന്ന സൗജന്യ ഗർഭാശയ ക്യാൻസർ വാക്സിൻ ഏതാണ്? വാക്സിൻ ഗാർഡാസിലാണ് ഇന്ത്യയിൽ വിതരണം ചെയ്യുന്ന സൗജന്യ ഗർഭാശയ ക്യാൻസർ വാക്സിൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ: ഇന്ത്യയുടെ ആദ്യ തദ്ദേശീയ HPV വാക്സിൻ ഏതാണ്? HPV വാക്സിൻ സെർവാവാക് ആണ് ഇന്ത്യയുടെ ആദ്യ തദ്ദേശീയ HPV വാക്സിൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ: ഏത് പ്രായത്തിലുള്ള പെൺകുട്ടികളെയാണ് കേന്ദ്ര പദ്ധതി പ്രധാനമായും ലക്ഷ്യമിടുന്നത്? ഏത് പ്രായത്തിലുള്ള പെൺകുട്ടികളെയാണ്? 14 വയസ്സ്. 14 വയസ്സ് പ്രായമുള്ള പെൺകുട്ടികളെയാണ് കേന്ദ്ര പദ്ധതി പ്രധാനമായും ലക്ഷ്യമിടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ: രാജ്യത്തെ ആദ്യ സമഗ്ര ആയുർവേദ ഗവേഷണ കേന്ദ്രം ഏതാണ്? കല്യാട്, കണ്ണൂർ ജില്ല. ഓക്കെ, അപ്പം കണ്ണൂരിലെ കല്യാടാണ് രാജ്യത്തെ ആദ്യ സമഗ്ര ആയുർവേദ ഗവേഷണ കേന്ദ്രം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ: നീതി ആയോഗിന്റെ പുതിയ CEO ആര്? PSCക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു പ്രധാന ക്വസ്റ്റ്യൻ ആണ്. നീതി ആയോഗിന്റെ പുതിയ CEO ആണ് നിധി ചിംബർ. എന്താണ്? നിധി ചിംബർ ആണ് നീതി ആയോഗിന്റെ പുതിയ CEO എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ: ഇന്ത്യൻ നേവി ആതിഥേയത്വം വഹിക്കുന്ന 2 വർഷത്തിലൊരിക്കൽ നടത്തുന്ന ബഹുരാഷ്ട്ര നാവികാഭ്യാസമായ മിലൻ 2026 സമാപിച്ചത് എവിടെയാണ്? സമാപിച്ചത്? വിശാഖപട്ടണം. അപ്പം വിശാഖപട്ടണത്തിലാണ് ഇന്ത്യൻ നേവി ആതിഥേയത്വം വഹിക്കുന്ന 2 വർഷത്തിലൊരിക്കൽ, എത്ര വർഷമാണ്? 2 വർഷത്തിലൊരിക്കലാണ് നടത്തുന്ന ബഹുരാഷ്ട്ര നാവികാഭ്യാസമായ മിലൻ 2026 സമാപിച്ചത്. എവിടെയാ? വിശാഖപട്ടണം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ: രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ പരീക്ഷണം ഓട്ടം തുടങ്ങി. അത് നമ്മൾ ന്യൂസിലൊക്കെ കണ്ടു അല്ലേ? രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ പരീക്ഷണത്തിന്റെ ഓട്ടം തുടങ്ങി എന്നൊക്കെ. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ പരീക്ഷണ ഓട്ടം ആരംഭിച്ച സ്ഥലം ഏതാണ് സ്ഥലം? ഹരിയാനയിലെ ജിന്ദ് എന്നാണ്. ഓക്കെ, അപ്പം രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ പരീക്ഷണ ഓട്ടം ആരംഭിച്ച സ്ഥലം ഏതാണ്? ഹരിയാനയിലെ
ജിദ്ദ് എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. ഇനി ഹൈഡ്രജൻ ട്രെയിൻ പരീക്ഷണ ഓട്ടം നടന്ന പാത ഏതാണ്? ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏതാണ് പാത? ജിദ്ദ് ടു സോനിപ്പത്ത് എന്നാണ് കേട്ടോ. ജിദ്ദ് ടു സോനിപ്പത്ത് 90 കിലോമീറ്റർ ദൂരമാണ്. അപ്പം ഈ ഹൈഡ്രജൻ ട്രെയിൻ പരീക്ഷണ ഓട്ടം നടന്ന പാത ഏതാണ്? ജിദ്ദ് ടു സോനിപ്പത്ത് എന്നാണ് പാത. ജിദ്ദ് ടു സോനിപ്പത്താണ്, 90 കിലോമീറ്റർ ദൂരമാണ്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഇതോടെ അവസാനിക്കുകയാണ്. വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നാളെ വീണ്ടും പുതിയ ഒരു അപ്ഡേറ്റ്സ് ആയിട്ട് നമുക്ക് കാണാം. കൺസിസ്റ്റൻസിയാണ് നമ്മുടെ എല്ലാവരുടെയും വിജയത്തിൻ്റെ രഹസ്യം. നന്ദി.